ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കെച്ചപ്പിൻ്റെ പുതിയൊരു ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ മുന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു വീടിൻ്റെ ഇത് നമ്മൾ ഡേ ലൈറ്റ് റെൻഡറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ നൈറ്റ് റെൻഡറിങ് ആണ്. സോ എൻസ്കേപ്പിൽ ഇതിൻ്റെ നൈറ്റ് റെൻഡറിങ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എൻ്റെ പേര് സന്ദീപ്. വെൽക്കം ടു മൈ ചാനൽ ടു സ്പേസ് ഡിസൈൻ. സോ നമ്മൾ ഇത് എൻസ്കേപ്പിലേക്ക് ഈ ഒരു പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് എൻസ്കേപ്പിൽ ഓപ്പൺ ആവും. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ ഇതിൻ്റെ റെൻഡറിങ്. സോ ഞാനിതിൻ്റെ റൈറ്റിൽ ഈ കോർണറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പ്ലിറ്റായിട്ട് രണ്ട് സ്ക്രീനായിട്ട് മാറും. ഓക്കെ, സോ ഇതിപ്പോൾ നിങ്ങൾ സ്ക്രീനും ഇതും ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വർക്കാവും. ഇപ്പം നമുക്കിത് ഇവിടെ ഈ ക്യാമറ ലിങ്ക് എന്നുള്ള സിങ്ക്രണൈസേഷൻ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സിങ്ക്രണൈസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വ്യൂ സ്കെച്ചപ്പും ലിങ്ക് ആയിരിക്കും. നിങ്ങളെങ്ങനെ വ്യൂ സ്കെച്ചപ്പിൽ വെക്കുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും ഇവിടെയും വ്യൂ കാണും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, ഇപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ വ്യൂ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡേ ലൈറ്റിൽ എന്നുള്ള ഡേ 2 എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള വ്യൂ നമുക്കിവിടെ വരും. ഓക്കെ, ഇപ്പം നമ്മൾ ഇനി ഇതിന് നൈറ്റിലേക്കാണ് മാറ്റാൻ പോകുന്നത്. അപ്പം നൈറ്റിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് അത്ര എന്താ പറയേണ്ട ഹെവി ടാസ്ക് ഒന്നുമല്ല. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, നമ്മളിതിന് HDRI മാപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ആ HDRI തന്നെയാണ്. സോ ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് വരിക. ഇവിടെ നമ്മൾ ഇതിൻ്റെ ചേഞ്ചസ് ഒക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ആദ്യം നമുക്ക് സ്കൈ ബോക്സിൽ ഈ HDRI മാത്രം മാറ്റിയിട്ട് ഒരു നൈറ്റിൻ്റെ സ്കൈ എടുക്കാം. ഇതാണ്. സോ ഇതിൻ്റെ HDRI നമ്മൾ ചേഞ്ച് ചെയ്ത് ഇപ്പോൾ അപ്ഡേറ്റ് ആവും. കാരണം 16K റെസൊല്യൂഷൻ ഉള്ളതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും ഇത് അപ്ഡേറ്റ് ആയിട്ട് വരാൻ. ഓക്കെ, വന്നിട്ടുണ്ട്. സോ ഇതിൽ നിങ്ങൾക്ക് ഈ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ മേഘങ്ങളുടെ വേവ് മാറ്റിയിട്ട് അതിന് കണക്കാക്കി വെക്കാം. ഇപ്പം നമുക്ക് ഡാർക്ക് ഒരു നൈറ്റ് ഈവനിങ് സ്കൈ ആയതുകൊണ്ട് ഇത് മാച്ചാണ് ഈ ഏരിയ. ഇതാണ് അതിൻ്റെ ബ്രൈറ്റ്നസ്. അപ്പോൾ നമ്മളിത് കുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വെളിച്ചം കൂടുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ അറ്റ്മോസ്ഫിയറിൻ്റെ അകത്ത് സൺ ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. സൺ ബ്രൈറ്റ്നസ് നമ്മൾ ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇരുടായി. സോ നമ്മൾ ഈ സ്കൈയിൽ പോയിട്ട് ഇതിൻ്റെ ബ്രൈറ്റ്നസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് പുറകിലത്തെ ലൈറ്റ് ഡാർക്കും ബ്രൈറ്റും ഡാർക്കും ആയിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നമ്മൾ ഒരു എന്താ പറയണ്ടത്, നമുക്ക് ഓട്ടോ എക്സ്പോഷർ ഓൺ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ ഓട്ടോ എക്സ്പോഷർ ഓൺ ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് എക്സ്പോഷർ ഇവിടുന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഓവറായിട്ട് നമ്മൾ എക്സ്പോഷർ കൊടുക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ ബാക്കിലത്തെ സണ്ണ് പോയി പോകും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 40% മതി. 40% നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഈവനിങ്ങിൻ്റെ എഫക്റ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഫീൽഡ് ഓഫ് വ്യൂ ആണ്. ഇപ്പം ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവിടെ ഈ ഒരു കോർണറിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. സോ ഞാൻ ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതിപ്പോൾ വൈഡായിട്ട് കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ വ്യൂവിൻ്റെ ഒരു മിസ്റ്റേക്ക് മാത്രമാണ് കാണിച്ചത്. സോ ഇതിൻ്റെ അകത്തിന് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഫീൽഡ് ഓഫ് വ്യൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 30 to 28 അതാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത് ഫീൽഡ് ഓഫ് വ്യൂ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഓട്ടോ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളത് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ട ഒരു ഡള്ളായിട്ടുണ്ടാവും. അതൊന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് ആയിട്ട് കിട്ടും. എൻ്റെ അഭിപ്രായത്തിൽ ഇത് കൊടുക്കുന്നതായിരിക്കും ഒരു വിധത്തിൽ നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് പോലത്തെ സോഫ്റ്റ്വെയർ ഇട്ടിട്ട് അതിനെ കുറച്ചും കൂടിയും എൻഹാൻസ് ചെയ്ത് എടുക്കേണ്ടി വരും. രണ്ടാമത്തെ സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കളറുകളില്ലേ, ആ കളറിൻ്റെ സാച്ചുറേഷൻ എന്ന് പറയേണ്ട കളർ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി കളർ കൂട്ടി വരുന്നതിനാണ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കൂടുതൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് കാണാം ഒക്കെ ഒരു ഭയങ്കര വൈബ്രൻറ്റ് കളറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കറക്റ്റ് 100ലാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പൊടിക്ക് കുറച്ച് ഒരു 120, 110 വരെയൊക്കെ കൂട്ടി വെക്കാം. കാരണം കുറച്ചും കൂടി കളറ് വേണ്ടിക്കല്. സോ നെക്സ്റ്റ് എന്ന് വെച്ചാൽ കളർ ടെമ്പറേച്ചർ നിങ്ങൾക്കറിയാം കുറക്കുന്നതിനനുസരിച്ചിട്ട് കൂളിലേക്ക് പോകും, കൂട്ടുന്നതിനനുസരിച്ചല്ല വാമിലേക്ക് പോകും. ഇപ്പം നമ്മൾ ഇത് കൂട്ടുന്നതനുസരിച്ചിട്ട് ഇതിൽ കൂളിലേക്കും
കുറക്കുന്നതിനനുസരിച്ചിട്ട് വാമിലേക്കാണ് പോകുന്നത്. സോ നമുക്ക് സെൻറ്ററിൽ വെച്ചാൽ മതി. 6000 കെ കൊടുത്തു കഴിഞ്ഞാൽ വൈറ്റ് കിട്ടും. സോ 6000 കെൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. നെക്സ്റ്റ് ഈ എഫക്റ്റിൽ കാണുന്ന ഈ മോഷൻ ബ്ലർ, ലെൻസ് ഫ്ലെയർ എന്നൊക്കെ പറയുന്ന സാധനം ആനിമേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് അടുത്ത ആനിമേഷൻ വരുന്ന സമയത്ത് നോക്കാം. ഈ ബ്ലൂം എന്ന് പറയുന്ന സാധനം മാത്രം ഒന്ന് കുറച്ച് കൂട്ടി വെക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിൽ നിന്ന് വരുന്ന സമയത്ത് കുറച്ച് ബ്ലർ ഉണ്ടാവും ലൈറ്റിന്. അതിലാണ് ബ്ലൂം എന്ന് പറഞ്ഞ സാധനം നമ്മൾ കൊടുക്കുന്നത്. സോ നെക്സ്റ്റ് വിഗ്നെറ്റ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കറിയാം, ഫോട്ടോ മൊബൈലിൽ ആപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കറിയാം. സൈഡിൽ കുറച്ച് ബ്ലാക്ക് കളറ് കയറി വരും ഇത് കൊടുക്കുന്ന സമയത്ത്. അതിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് കൊടുക്കണമെങ്കിൽ ഫോട്ടോഷോപ്പ് കൊടുക്കാം, നോ പ്രോബ്ലം. നെക്സ്റ്റ് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ സൺ ബ്രൈറ്റ്നസ് നമ്മൾ ഇതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നൈറ്റ് ആയതുകൊണ്ട്. ഇനി ഇവിടെ നൈറ്റ് ബ്രൈറ്റ്നസ് എന്ന് പറയുന്ന സാധനം ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ HDRI ആണ് ഉപയോഗിക്കുന്നത്. ഏതാണ്ട് ഇതിൻ്റെ ഇൻബിൽഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ മാറ്റം കാണും. പക്ഷേ ഇതിൽ നമുക്കൊന്നും കാണില്ല, HDRI ആയതുകൊണ്ട്. പിന്നെ ഈ ഷാഡോ ഷാർപ്നെസ് പറയുന്നത്, കാരണം ഇതിൽ നമുക്ക് പ്രത്യേകിച്ചുള്ള ഷാഡോകളും കാര്യങ്ങളൊന്നുമില്ല. നമ്മളിനി ലൈറ്റ് കൊടുക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്കിതിൽ ഷാഡോസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ആർട്ടിഫിഷ്യൽ ലൈറ്റ് ബ്രൈറ്റ്നസ്, അതായത് നമ്മൾ കൊടുക്കാൻ പോകുന്ന ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്കൊന്ന് ലൈറ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും ആംബിയൻറ്റ് ബ്രൈറ്റ്നസ്. സോ ഇത്രയുള്ള കാര്യങ്ങൾ, വേറെ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ ഒരു സംഭവമില്ല. ഇത്രയും സംഭവങ്ങൾ, ഈ ഒരു റൊട്ടേഷൻ, ഈ ബ്രൈറ്റ്നസ്, അതേപോലെ തന്നെ ഓട്ടോ എക്സ്പോഷർ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കഴിയും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ലൈറ്റ് കൊടുത്ത് നോക്കാം എങ്ങനെയാണ് ലൈറ്റ് വർക്ക് ചെയ്യുന്നുള്ളത്. സോ ഞാൻ എന്നെ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ വെച്ചു. നമ്മൾ ഈ സിങ്ക്രണൈസേഷൻ ഓഫ് ചെയ്തിട്ടാണ് ഉണ്ടായത്. ഓക്കെ, ഇത് ഓഫാണ്. സോ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മുകളിൽ നിന്ന്, അതായത് ഇവിടെ നിന്ന് ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് താഴോട്ടേക്ക് നമുക്ക് ഒരു ലൈറ്റ് വരണം. സോ അതായത് നമ്മുടെ സിറ്റ് ഔട്ടിലുള്ള ലൈറ്റ്, ഈ ഒരു ലൈറ്റ് ഇവിടെ കാണണം. സോ അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ നിന്ന് എടുക്കാം. എന്നിട്ട് കറക്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു റെക്റ്റാങ്കിൾ വരക്കാം. അപ്പം ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തറ കൊടുത്തത് കൊണ്ടാണ് ഈ സാധനം ബ്ലോക്കായിട്ട് കാണിക്കുന്നത്. സോ നമുക്ക് ഒന്നുകിൽ ഇവിടെ പോയിട്ട് കറക്റ്റ് ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ ഒക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വരക്കാം. കുറച്ച് നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്ത് ശീലമുള്ള ആളാണെങ്കിൽ ഇതിൽ തന്നെ വെച്ചിട്ട് ഈസി ആയിട്ട് വരക്കാൻ പറ്റും. ഞാൻ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. ഈ റെക്റ്റാങ്കിളിനെ റിവേഴ്സ് ഫേസ് ചെയ്തു. ഡബിൾ ക്ലിക്ക് ചെയ്യുക, അതിനൊരു ഗ്രൂപ്പാക്കി മാറ്റി. ഓക്കെ, റൈറ്റ് ബട്ടൺ, ഗ്രൂപ്പ്, മേക്ക് ഗ്രൂപ്പ്. ഓക്കെ, ഈ സ്ക്രീൻ കാസ്റ്റ് ഓൺ ആക്കിയില്ല, ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പം ഇതിന് നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടുന്ന് നമ്മളെ എമിസീവ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഇതിൽ ലൈറ്റ് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇത് ഇങ്ങനെയല്ല പ്രോപ്പർ വേ, ഞാൻ പക്ഷേ ഇത് കാണിച്ചു തന്നേ ഉള്ളൂ. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എമിസീവ് മെറ്റീരിയൽ, ഇതിൻ്റെ മെറ്റീരിയലിൽ ക്ലിക്ക് ചെയ്ത് നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു കളർ റെഫറൻസിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു കളർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കളർ ഇവിടെ കൊടുത്തു. എന്നിട്ട് ഇതിനെ കുറച്ച് താഴോട്ടേക്ക് മൂവ് ചെയ്ത് വെച്ചു. പ്രസ് ചെയ്തിട്ട് താഴോട്ടേക്ക് മൂവ് ചെയ്താൽ മതി. ഇത് മൂവ് ചെയ്യുന്ന കുറേ ആൾക്കാർക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം കറക്റ്റ് ഇത് താഴോട്ടേക്ക് കിട്ടുന്നില്ല, ചരിഞ്ഞു പോകുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ലൈന്, വേർട്ടിക്കൽ ലൈന് ഒരു റെഫറൻസ് പോയിൻ്റ് ആയിട്ട് വെച്ചിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വെച്ചിട്ട് വേണമെങ്കിലും താഴോട്ടേക്ക് വലിക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും റെഫറൻസ് പോയിന്റിൽ വേർട്ടിക്കൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് താഴോട്ടേക്ക് വരും. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി നമ്മൾ ഇതിനകത്ത് നമ്മൾ നോക്കിക്കോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരു ലൈറ്റും കാര്യങ്ങളും ഒന്നുമില്ല. സോ ഞാനിത് ഈ ലൈറ്റ് എന്നുള്ളത് ജനറിക് എന്ന് മാറ്റിയിട്ട് ഞാൻ സെൽഫ് എലിമിനേറ്റഡിനെയൊക്കെ ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇപ്പോൾ റെഡ് കളറിലാണുള്ളത്. നിങ്ങൾക്ക് കാണാം ഇവിടെ ലൈറ്റായിട്ട് റെഡ് കളർ വന്നിട്ടുണ്ടാവും. ഒന്നും കൂടി നമുക്ക് വലുതാക്കി വെക്കാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടി ഓക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഞാനിതിനെ ചേഞ്ച് ചെയ്തിട്ട് ഒരു ഓറഞ്ച് കളറിലേക്ക് ചേഞ്ച് ചെയ്തു. ഓറഞ്ച് വേണ്ട ഒരു ലൈറ്റ് യെല്ലോ. ഓക്കെ, ഇതിൻ്റെ ലൂമിനിയൻസ് ഞാനിവിടെ കൂട്ടുന്നിടത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ ചെറുതായിട്ട് ലൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ലൈറ്റ് കൊടുക്കാം. പക്ഷേ ഇത് പ്രോപ്പർ വേ ഒന്നുമല്ല. ഞാൻ പറഞ്ഞ ഈ സെൽഫ് ഇലുമിനേഷൻ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ഞാനൊന്ന് ക്ലിയർ ആക്കി തരാം. ഇപ്പം നമ്മൾ ഈ സാധനം ഞാൻ ഡിലീറ്റ് ചെയ്യാണ്, ഇത് നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ ഉള്ളിലത്തെ ലൈറ്റുകളാണ് നമുക്ക് വേണ്ടുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഗാർഡൻ ലൈറ്റ് കൊടുക്കുകയാണെന്ന് ചോദിച്ചു. സോ ഞാനിവിടെ പെട്ടെന്നൊരു ഗാർഡൻ ലൈറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഞാൻ സിലിണ്ടർ എടുത്തു, സിലിണ്ടർ വരച്ചു, ഞാനതിനെ എക്സ്ട്രൂഡ് ചെയ്തു. പ്രസ് ചെയ്തിട്ട് ഇതിനെ എക്സ്ട്രൂഡ് ചെയ്തു. എക്സ്ട്രൂഡ് ചെയ്തിട്ട് ഇത്രയും ഭാഗം ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട്
അതിന് ഒരു ബ്ലാക്ക് മെറ്റീരിയൽ കൊടുത്തു. കാരണം നമുക്ക് ഗാർഡനിലൊക്കെ വെക്കുന്ന ലൈറ്റ് ബ്ലാക്ക് ആയിരിക്കും അപ്പോൾ. സോ ഞാനിത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ബ്ലാക്ക് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ ഇലിമിനേറ്റ് ആവേണ്ട കുറച്ച് ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ മാത്രം ഞാൻ മാർക്ക് ചെയ്യുന്നത്, ഞാനിതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു റിങ് സെലക്ട് ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ട് ഇത് താഴോട്ട്, ഞാനിതിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കണ്ട ആൾക്കാർക്ക് ഇത് മനസ്സിലാവും. സോ ഞാനിതിനെ ഒരു കോപ്പി ഈ ലൈനിൻ്റെ അത് എങ്ങനെയാണ് എടുത്തത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫേസ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫേസും ഈ എഡ്ജും സെലക്ട് ആവും. സോ നമുക്ക് എഡ്ജ് മാത്രമേ വേണ്ടൂ. സോ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീസെലക്റ്റിൽ വരും. സോ ഈ സെൻറ്ററിൽ ഡീസെലക്ട് പ്രസ് ചെയ്യുക. ഇനി മൂവ് ടൂൾ പ്രസ് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഇതിനെ താഴോട്ടേക്ക് വലിക്കുക. സോ ഇവിടെ വെക്കുക, എന്നിട്ട് താഴോട്ടേക്ക് കൺട്രോൾ പ്രസ് ചെയ്ത്. ഇത് 2022 വേർഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഇത് നമ്മളിപ്പോൾ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കോപ്പിയേ വരത്തുള്ളൂ. സോ നിങ്ങൾ കൺട്രോൾ ഇത് ഈ ലൈന് മാത്രം പിടിച്ചിട്ട് കൺട്രോൾ മൂവ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് കൺട്രോൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ കൺട്രോൾ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യണത്. ഫസ്റ്റ് പ്രാവശ്യം നമുക്ക് അവിടെ ഒരു പ്ലസ് ബട്ടൺ വരും, കണ്ടോ നിങ്ങൾ കാണുന്നില്ലേ, ഒരു പ്ലസ് ബട്ടൺ. അതിന് ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പെയിൻ ബട്ടൺ പോലെ വരും. അതായത് ഇത് കണ്ടിന്യൂസ് കോപ്പി ആയിട്ട് മാറും. അതായത് നിങ്ങൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് എടുക്കുന്നിടത്ത് അതിൻ്റെ കോപ്പി വന്നുകൊണ്ടിരിക്കും. സോ അത് ചില ആൾക്കാർക്ക് ഉപകാരപ്പെടും തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പം ഞാൻ ഇതിൻ്റെ 2 കോപ്പി ഇങ്ങനെ എടുത്തു. ഞാൻ ഈ ഒരു ഏരിയ മാത്രം ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇതിൻ്റെ ഈ ഒരു ഏരിയ മാത്രം ഇങ്ങനെ മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗവും ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇതിൽ ഞാൻ ഒരു മെറ്റീരിയൽ, അതായത് ഒരു യെല്ലോ മെറ്റീരിയൽ തൽക്കാലത്തേക്ക് അപ്ലൈ ചെയ്തു. സോ ഈ മെറ്റീരിയലിന് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ഞാൻ ഈ ഗ്രൂപ്പ് ചെയ്തു. അതിന് ശേഷം പ്രസ് ചെയ്തിട്ട് ഞാൻ ഇതിനെ ഇവിടത്തേക്ക് ഈ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളധികം ഇതിൻ്റെ അകത്ത് തല പോക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് നിങ്ങളിവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് പോസ്റ്റ്. ഓക്കെ, ഞാനതിനെ കുറച്ച് മുന്നോട്ട് വെച്ചു. അവിടുന്ന് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഒരു കോപ്പി എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട്, കുറച്ച് ഹൈറ്റ് കൂടിപ്പോയി, നമുക്കൊരു പണി ചെയ്യാം. ഇതിനെ കുറച്ച് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾസ് ഓവറോൾ സെലക്ട് ചെയ്യുക, പ്രസ് ചെയ്തിട്ട് താഴോട്ടേക്കൊന്ന് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്തിട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ഇതിനെ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഒരു കോപ്പി എടുത്തിട്ട് ഇവിടെ വെച്ചു. ഓക്കെ, ആ കോപ്പി എക്സ് അടിച്ചിട്ട് ഒരു 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് 5 കോപ്പി ഇങ്ങനെ വരും. ഓക്കെ, ഇതിനെ നമുക്ക് ജസ്റ്റ് നമ്മുടെ മെറ്റീരിയൽ എഡിറ്റർ എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം യെല്ലോ സെലക്റ്റഡ് ആണ്. ജനറിക്ക് പോയിട്ട് നിങ്ങൾ ഇവിടെ സെൽഫ് ഇലുമിനേറ്ററിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇലുമിനേറ്റഡ് ആയിട്ട് മാറും. ഇപ്പോൾ നിങ്ങളിതിൻ്റെ ഇലുമിനേഷൻ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, അവിടെ ഒരു ഗ്ലോ വരുന്ന കാണാം. കാരണം എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സെറ്റിങ്സിൽ ബ്ലൂം എന്ന് പറഞ്ഞിട്ടുള്ള എഫക്റ്റ് കൊടുത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലൂംന്ന്. ഈ ബ്ലൂം കുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടുത്തെ എഫക്റ്റ് പോകും. ഇത് കൂട്ടുന്ന സമയത്ത് എഫക്റ്റ് വരും. സോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ലൈറ്റ് ഇലുമിനേഷൻ ആവുന്ന നേരത്ത് അതിൻ്റെ ചുറ്റുമുള്ള ഗ്ലോ, അതാണ് ബ്ലൂം എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ സാധനം കൊടുത്തു. ഇത് നമുക്ക് നേരെ ഓപ്പോസിറ്റിലും വേണം. സോ ഞാൻ ഇവിടുന്ന് ഇത് 3 സെലക്ട് ചെയ്തതിന് ശേഷം ഇത് 3 സെലക്ട് ചെയ്ത് ഇത്രയും വേണ്ട, ഇവിടുന്ന് 3 സെലക്ട് ചെയ്തിട്ട് ഞാൻ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു കോപ്പി എടുത്തിട്ട് ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ കൊണ്ടുപോയിട്ട് വെച്ചു. ഓക്കെ, അപ്പോൾ അത് ഓപ്പോസിറ്റ് സൈഡിലും വന്നു. ഇനി ഇവിടെ നിങ്ങൾ എത്ര വ്യൂ എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് വെക്കാം. സോ ഇത്രയായപ്പോൾ നമ്മൾ ഗാർഡൻ ലൈറ്റായി. ഇതാണ് സെൽഫ് ഇലുമിനേറ്റഡ് ടെക്സ്ചർ അല്ലെങ്കിൽ MEC മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, വേറൊരു കാര്യം കൂടി ഉണ്ട് MEC മെറ്റീരിയലിൻ്റെ, അത് ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, എന്നാലും പറഞ്ഞുതരാം. സോ നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ ലൈറ്റ് കൊടുക്കണം. സോ ലൈറ്റിൻ്റെ കേസിൽ നമുക്കിവിടെ ലൈറ്റ് അവൈലബിൾ ആണ്. ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പിയർ, സ്പോട്ട്, ലൈൻ, റെക്റ്റാങ്കിൾ, ഡിസ്ക്, ഇങ്ങനെ 5 ലൈറ്റുകൾ കാണാം. ഈ സ്പിയർ എന്ന് പറയുന്നത് നമ്മൾ ഇത് 3D Max വീറെ ചെയ്യുന്ന എല്ലാവർക്കും സ്പിയർ എന്താണ്, സ്പോട്ട് എന്താണ്, റെക്റ്റാങ്കിൾ എന്താണ് എന്നൊക്കെ അറിയാം. സ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള ഒരു ലൈറ്റ്, പക്ഷേ അതിന് സോഴ്സ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് സോഴ്സ് ലൈറ്റിൻ്റെ ഏരിയ ഒന്നും കാണാൻ പറ്റില്ല. അത് എന്തിനോടൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റൗണ്ടായിട്ട് ലൈറ്റ് വരുന്നത് പോലെ കാണാൻ പറ്റും. ഇപ്പം ഞാനിവിടെ ഇതിന് കണക്കാക്കി ഈ ഇതിൽ വെച്ച് സ്ഥിതിക്കും ഇവിടെ നിങ്ങൾക്ക് ആ ലൈറ്റ് ചെറുങ്ങനെ കാണാൻ പറ്റും. ഒരു മിനിറ്റ്, കണ്ടോ, ആ പില്ലറിന് എടുക്കാൻ നിങ്ങൾക്ക് ഒരു റൗണ്ട് ലൈറ്റ് കാണാൻ പറ്റും. അതിൻ്റെ ഇൻറ്റൻസിറ്റി എല്ലാം നമുക്ക് കൂട്ടാൻ പറ്റും, വെളിച്ചം എല്ലാം കൂട്ടാൻ പറ്റും. സോ അതാണ് ഈ സ്പിയർ ലൈറ്റ് എന്ന് പറയുന്നത്. സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം മേലെ നിന്ന് താഴേക്കോട്ട് സ്പോട്ട് അടിക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്പോട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട്
ഇതിൻ്റെ ഒരു എല്ലാ ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതൊരു വേർട്ടിക്കൽ ലൈൻ ഉണ്ടെങ്കിൽ മാത്രമേ വർക്കാവുള്ളൂ. സോ നിങ്ങൾ ഒരു ലൈന് വരക്കണം എന്നില്ല, ജസ്റ്റ് ഏതെങ്കിലും ഒരു കോർണറിൽ ഇതിന് കണക്കാക്കി, നേരത്തെ നമ്മൾ മൂവ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞില്ലേ ഒരു കോർണർ കണക്കാക്കിയിട്ട് മൂവ് ചെയ്യണമെന്ന്, അതേപോലെ ആ കോർണർ കണക്കാക്കിയിട്ട് ഡ്രാഗ് ചെയ്താലും മതി. ജസ്റ്റ് ഞാനിതിൽ ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ ക്ലിക്ക് അവിടെ തന്നെ ചെയ്തിട്ട് മൂന്നാമത്തെ ക്ലിക്ക് ഞാൻ താഴോട്ടേക്ക് വലിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ കോണേങ്കിൾ വന്നത്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് കൂടെ സ്പോട്ട് കാണാൻ പറ്റും. ആ സ്പോട്ട് ഞാൻ ആ സ്പോട്ടിനെ എടുത്തിട്ട് കറക്റ്റ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതിൻ്റെ ഫ്രണ്ട് കൊണ്ടുവച്ചു. ഇപ്പം നമ്മൾ ചില സ്പോട്ട് ലൈറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സ്പോട്ട് ലൈറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. സിലിണ്ടർ എടുത്തിട്ട് ഞാനിവിടെ ഇങ്ങനെ ഒരു സിലിണ്ടർ വരച്ചു. ആ സിലിണ്ടർ